ഇതെല്ലാം പൈസ ബാക്കി വെക്കാതെ ഈ ദാസൻ കൊടുത്തു തീർക്കും. കേന്ദ്രം പിടിവാശി ഉപേക്ഷിച്ച് കടം തരണമെന്ന് മാത്രം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് 4250 കോടി രൂപയാണ്. സർവീസ് പെൻഷൻകാർക്ക് ബാക്കിയുള്ള ഒരു ഗഡുവെങ്കിലും കൊടുക്കാൻ വേണം 600 കോടി രൂപ. ജല അതോറിറ്റി കരാറുകാർക്ക് 4000 കോടിയും പൊതുമരാമത്ത് കരാറുകാർക്ക് 2000 കോടിയും തദ്ദേശ സ്ഥാപന കരാറുകാർക്ക് 1000 കോടിയും സപ്ലൈകോയ്ക്ക് 2000 കോടിയും നെല്ല് സംഭരിച്ചതിന്റെ വിലയായി കർഷകർക്ക് 320 കോടിയും ഉച്ചഭക്ഷണത്തിനായി സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ 150 കോടിയുമാണ് കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ളത്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാണെന്നും കേന്ദ്രം തോനെ കടം കൊടുക്കാത്തത് മാത്രമാണ് പ്രശ്നമെന്നും പറഞ്ഞു നടക്കുന്ന ഇടതുമുന്നണി നിയമസഭയിൽ നിവൃത്തിയില്ലാതെ വെളിപ്പെടുത്തിയതാണ് ഈ കണക്കുകൾ. കൊടുക്കാനുള്ള വൻ തുകകളുടെ കണക്കുകൾക്കൊപ്പം കണക്കില്ലാതെ കൊടുക്കാനുള്ളവ കൂടി നിയമസഭയിൽ വെളിപ്പെടുത്തപ്പെട്ടു. ഏതായാലും 2 വർഷം കൊണ്ട്, അതായത് ഈ മുന്നണിയുടെ ഭരണം തീരുന്നതിന് മുൻപ് കൊടുത്തു തീർക്കുമെന്ന് പ്രഖ്യാപിച്ച കുടിശ്ശികയുടെ ഒരു കണക്കെടുപ്പ് കൂടിയായിരുന്നു നിയമസഭയിലെ കണക്കവതരണം. ഇനിയും കൊടുത്തിട്ടില്ലാത്ത മറ്റു കുടിശ്ശികകൾ വേറെയുണ്ട്. നെല്ല് സംഭരണത്തിന് നൽകേണ്ട തുക, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരം നിർവഹിക്കേണ്ട ചെലവുകളിലെ കുടിശ്ശിക, കാരുണ്യ പദ്ധതിയിൽ അടക്കം മരുന്ന് വിതരണത്തിലെ കുടിശ്ശിക, കരാറുകാർക്ക് ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം പ്രകാരം കുടിശ്ശികയായ 2500 കോടി രൂപ, പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക് ഇരയായവർക്കുള്ള ധനസഹായങ്ങൾ, ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം, പസിംഗ് സബ്സിഡി, കൈത്തറി തൊഴിലാളികൾക്കുള്ള ധനസഹായം, ഇടുക്കിയിലെ ഏലം കർഷകർക്ക് സംഭവിച്ച കൃഷിനാശത്തിനുള്ള ധനസഹായം, ഇതിനു പുറമെ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡ്, ഇതൊക്കെയും കേന്ദ്രം തങ്ങൾക്ക് അർഹതപ്പെട്ട വായ്പകൾ തന്നാൽ മാത്രമേ വീട്ടാൻ കഴിയൂ എന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ ഇത് വല്ലതും കൊടുത്തു തീർക്കാൻ കേന്ദ്രത്തിലിരിക്കുന്ന ഏമാന്മാർ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവരും മറച്ചുവെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതൊന്നും കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, കേരളത്തിന് ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങളാണ്. കേരള സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയാണ് പലവിധ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കുക എന്നത് ഓരോ മലയാളികളുടെയും കടമയാണ്. ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് സർക്കാർ മാത്രമല്ല, മറിച്ച് ഓരോ മലയാളികളും കൂടിയാണ്.